പൊട്ടാറ്റോ. Yeah, ബ്രോ താങ്കൾ റെക്കോർഡിങ്ങിലാണോ? ചെറുതായിട്ട്. ആ മൂഞ്ചി. ഞാൻ താങ്കളുടെ ഫോളോവറാണ്. ഒരു സെക്കൻഡ് പോവരുത്. നമുക്ക് കുറച്ച് കായികരമായി സംസാരിക്കാം. കായികരോ? പ്ലേറ്റ് കത്തിക്കണാവോ? എന്നിട്ട് പറയാ നീ കായികരമായിട്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പാട്. എന്തുട്ടാ പാടുന്നു? നീ എന്താ പുതപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കണേ? പിന്നെ എങ്ങടേല് കേറിയാലേ കേരളം കത്തിയ പോലെ അങ്ങനെ നാട്ടുകാരണ്ട പറ്റൂ. അതിപ്പോ സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യില്ലടാ നിന്നെ അറിയുന്നവര്. അത്ര കഴിവുള്ള നാട്ടുകാരനെ കണ്ടുപിടിക്കട്ടെ. അത് ശരി, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അതെ ബ്രൂ, ഈ പൊട്ടാറ്റോ എവിടെ നിന്ന് കിട്ടൂ? പൊട്ടറ്റോ അവിടെ നിന്നുണ്ടെന്ന് മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ ഈ സാധനം. അത് തിന്നണേ. പിന്നെ എന്തിനാ നിനക്ക് പൊട്ടറ്റോ വേണ്ടേ? നിങ്ങളെ പച്ചക്ക് നിങ്ങൾ കിടന്ന് കരയൂ. വെപ്പയ്ക്ക് താല്പര്യമില്ല. എന്നെ കിട്ടൂലടാ. യു ക്യാൻ ട്രൈ ബട്ട് യു വോണ്ട് ബി ഏബിൾ ടു ക്യാച്ച് മീ ഡാ. തുറന്നു നോക്കുന്നില്ല ഞാന്. വെറുതെ എന്തിനാ മുഷ്കിലെടുക്കുന്നത്? മുഷ്കില നമുക്ക് നോക്കാം. നിനക്ക് എന്തിനാ പൊട്ടറ്റോ ആയിട്ട്? നിനക്കിപ്പോ മനുഷ്യനായിട്ട് നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ പൊട്ടറ്റോ ആണ്? നമ്മള് മനുഷ്യന്മാരെ നടക്കണം. അതാണ് അതിന്റെ ഒരു വ്യക്തി. അറിയില്ലേ ഓഫ് കോഴ്സ്. കാര്യങ്ങൾ. ബ്രോ താങ്കൾ എന്നാ ഇപ്പൊ ആടുന്നു ഞാൻ അറിയാം. കാരണം നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതായത് വെറുതെയാണ്, അതൊക്കെ എഡിറ്റിംഗ് സ്കിൽസ് ആടാ. കുറച്ച് എഡിറ്റിംഗ് പഠിപ്പിച്ചെന്നെ. അത്രയ്ക്ക് എഡിറ്റിംഗ് ഇല്ല. സ്കീം മറക്കരുത്. പാതിരാത്രി പാടിക്കഴിഞ്ഞാല് താഴത്തുനിന്ന് കല്ലേറ് കിട്ടും. എടാ, ഉറങ്ങാൻ കിടക്കണോടത്തുനിന്ന് വെറുതെ വന്ന് കയറിയതാ. അപ്പൊ പാട്ട് പാടിപ്പിക്കാൻ നിൽക്കുന്നത് മനുഷ്യന്മാരെ കാണാനാണ്. പക്ഷെ നിങ്ങൾ ഈ ഉരുളങ്കിഴങ്ങായിട്ടൊക്കെ വന്നിട്ട് ആക്ച്വലി പറയും. നീ പാട്ട് പാടുന്നോണ്. ഇത് കണ്ടിട്ടാണോ? ഞാൻ കണ്ടില്ല, ഇപ്പൊ കാണിച്ചപ്പോ മനസ്സിലായി. അത് ഷോയാ. ഷോയാ. എന്നാലും പാടാൻ പാട്, പറ്റും. എന്നാലും പാട്. പാടറിയില്ല, സത്യമായിട്ട് അറിയില്ല. എന്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കണ്ടല്ലോ. എന്റെ റൂമിന്റെ പ്രശ്നം തോന്നുന്നു. ഇവിടെ ഞാൻ അല്ലാണ്ട് വേറെ ആളുണ്ട്. അത് ശരി. അതാര്? മറ്റേ ഒരു പ്രേതം. നീ ഇപ്പൊ എന്തിനാ ഈ നേരത്തെ കണ്ണട എടുത്ത് വെച്ച്? 4 പേര് കാണണല്ലേ കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു, താങ്കൾ ഇത് ലൈവ് അല്ലല്ലോ. അല്ല, താങ്കൾ ഇത് പുറത്തു വിടൂലല്ലോ. ഏതാ വീഡിയോ? ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതെന്തുട്ട് വർത്താന സജട്ടാ. എന്ത് ചെയ്യാനാടാ, ശീലായി പോയില്ലേ. അങ്ങനെ പറയരുത്. എടാ, എനിക്ക് അങ്ങനെ പറഞ്ഞേ അങ്ങനെ ചെയ്ത് ശീലമുള്ളൂ. ഞാൻ എന്ത് പക്ഷെ ചെയ്യും? താങ്കളുടെ വീഡിയോ ഞാൻ കാണാറുണ്ടേ. അതാണ് പ്രശ്നേ. താങ്കൾ എനിക്കറിയാം. നല്ലതല്ലേ അതപ്പോ? നന്നായിട്ട് അറിയാം. അതാണ് പ്രശ്നം. അപ്പൊ നല്ലതല്ലടാ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നീ കാണുന്ന പേജിൽ നിന്നെ തന്നെ കാണുമ്പോ നിനക്കൊരു സന്തോഷം കിട്ടൂലേ? എന്ത് സന്തോഷാണ് കിട്ടത്? ഒരു സന്തോഷം കിട്ടില്ല. ഇതൊക്കെ ഒരു സന്തോഷം. എന്താണ് നീ പറയുന്നത്? താങ്കളുടെ ശരിക്കുള്ള പേര് പറയില്ല അല്ലേ? നോടാ, എസ്പെഷ്യലി when it's being recorded. Even so ഞാൻ പറയാറില്ല. Because even my closest friends don't know I'm the potato. So yeah. മല്ലു പൊട്ടാറ്റോ. Yeah, precisely. അതിനോ ആക്ച്വലി വേണ്ട. ഇനിയിപ്പോ നമ്മൾ പേഴ്സണൽ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. അത് ശീലായി പോയി. പേരെന്താ, നാടെവിടെ, എന്താ ചെയ്യുന്നത്? ഇവിടെ ചോദിക്കണല്ലേ, ഉമ്മെങ്കിലും ചോദിച്ച് ശീലായി പോയ കാര്യങ്ങള്. അതെ. അല്ല, നിന്റെ പേരെന്താ? എന്റെ പേര് സാഗർ ഏലിയാസ് ജാക്കി. പഠിച്ചവനെ തൂക്കി. അഡ്രസ്സും കൂടെ പറഞ്ഞേക്ക്. തൂക്കി. വീട്ടിലാണോ അപ്പൊ? അതെ, വീട്ടിലാണ്. എന്താണ് പരിപാടി ഈ നേരത്തെ 2:30 പരിപാടി ഒന്നുമില്ല. ഞാന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി നീച്ചപ്പോഴേ കേറിയതാ. വീട് ഉറങ്ങില്ല.
ഞാൻ ഇതില് കേറാറില്ല. ഇതില് വല്ലപ്പോഴും കേറാറുണ്ട്. വല്ലപ്പോഴും കേറുമ്പോ എനിക്ക് നല്ല നൈസ് പീപ്പിൾസിനെ ഇട്ടാണ് കേട്ടോ എനിക്ക്. ഞാൻ ഇന്നലെ നൈസായിട്ടൊരു സാധനം കിട്ടിയോണ്ട് പിന്നെ കയറാഞ്ഞതാ. എന്താ നല്ലൊരു സാധനം കാണാൻ കിട്ടി ലൈവിലാകും തന്നെ. സോ ഞാൻ യൂട്യൂബില് അത് ഇൻസ്റ്റയില. യൂട്യൂബിൽ ഞാൻ യൂട്യൂബില് താങ്കളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ കണ്ടു, പിന്നെ ഞാൻ അക്കൗണ്ടിൽ കയറി അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ആക്ച്വലി ലൈക്കാണ് നിങ്ങളുടെ വീഡിയോസ് നൈസാണ്. ലൈക്ക് ആയപ്പോ ഞാൻ കയറി അപ്പൊ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. തമാശല്ല, ഭയങ്കര എന്റർടൈനിങ് ആണ്. അപ്പൊ ആയിക്കോട്ടെ. നമുക്ക് ഇനിയിപ്പോ ഉള്ള നാളെ കാര്യങ്ങൾ ഉള്ള പോലെ പറയണം. ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയണം. യെസ്, ഇനിയിപ്പോ നാളെ നിന്നെ തന്നെ കാണാം. അപ്പോഴും ഇതൊക്കെ തന്നെ അഭിപ്രായം വേണം. പറ്റൂ നാളെ എന്നെ ഇല്ല പറ്റൂ. മറ്റേ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് മച്ചു ഒരാളെ കൊന്നിട്ട് കളിക്ക് എന്ത് സന്തോഷം. എടാ ഇതൊക്കെ അല്ലേ ഒരു എന്റർടൈൻമെന്റ്. ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരേപോലെ പോയ പോരല്ലേ, അപ്സ് ആൻഡ് ഡൗൺസ് വേണ്ടേ. ഇതിപ്പോ ഞാൻ കത്തി കയറുമല്ലോ ഇതില്. പറയാൻ പറ്റൂല, ചിലപ്പോ കത്തിക്കരും. എന്താ എന്നാലും നീ പാട്ട് പാടുമല്ലോ. ഞാനാ പനി പനി പനി. ഇനി പാട്ടും കൂടിയും പാട്ടുമാണ് ഉള്ള കയറിൽ കയറിയടിക്കാര്. പോയേ എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കമോൺ പാടിച്ചോ. ഞാൻ പാടൂലേ? എന്നാ നടക്കട്ടെ, സെർച്ചിങ് നടക്കട്ടെ. ഞാൻ നിന്നെ വെട്ടിക്കേറി മുറിച്ച് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കാം. ഹേ ബ്രൂ, ഒന്ന് ഇങ്ങടെ ഫോളോവറാണ് ഞാൻ. ആ ഒരു പരിഗണന എനിക്ക് മെയിനായിട്ട് കിട്ടണം. നീ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അപ്പൊ നിനക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നത് കാണാൻ മാത്രം ഇഷ്ടപ്പെടുന്നുള്ളൂ. ഞാനൊരു കറക്കി ഒട്ടും താല്പര്യമില്ല. അതാണ് ഫോളോവർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. ഗുഡ് ഡിസിഷൻ ട്ടാ. ഇന്നെ ഇറക്കി നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ പൊട്ടനെ ചീഞ്ഞു ഉള്ള കാര്യം പറയാൻ. എന്റെ പൊട്ടോ ചീഞ്ഞു. എന്തൊക്കെ അപരാധമാണ് അത് വിളിച്ചു പറയുന്നത്. പോയി കിടന്ന് ഉറങ്ങാൻ പറ്റൂ, സമാധാനം വരട്ടെ. ഞാൻ കിടന്നുറങ്ങാൻ പോലെയാണ് ആക്ച്വലി. മതി, ഇന്നത്തേക്കുള്ള കോട്ടയായിട്ടുണ്ട്. നിന്നെ കിട്ടിയല്ലോ. അപ്പൊ ശരിടാ, പോട്ടെ. ഗുഡ് നൈറ്റ്. ആയിക്കോട്ടെ, ബൈ. കൊല്ലരുത്. ചെറുതായിട്ട് കുറച്ച്, വളരെ കുറച്ച്. ഓക്കെ, വർക്ക് ചെയ്യണോ? അല്ലടാ, ഐ ഡോണ്ട് വർക്ക് എടാ. എനിക്കിപ്പോ യൂട്യൂബിന് ആവശ്യത്തിന് റവന്യൂ വരുന്നുണ്ട്. സോ സൂപ്പർ ചാറ്റ് വഴി പൈസ കിട്ടുന്നുണ്ട്. കൊള്ളാം. ഞാൻ നാളെ തൊട്ട് സവോള ആവാൻ പോവാ. ഗുഡ് ലക്കടാ. ഓക്കെ, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. ഓക്കെ, എന്നാ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ.